മുഫാസ ദ ലയൺ കിങ്. ദ ലയൺ കിങ് എന്ന സിനിമയില് സിംബ എന്ന സിംഹത്തിന്റെ ആ ഒരു വളർച്ചയാണ് കാണിച്ചത്. മുഫാസ എന്ന സിനിമയിൽ ഹൗ മുഫാസ ബിക്കംസ് എ കിങ് ഓഫ് മിലേലെ എന്നാണ് കാണിച്ചു തരുന്നത്. വിഷ്വലി മാഗ്നിഫിസൻസ് ആൻഡ് സ്റ്റണ്ണിങ്. അതാണ് മുഫാസ ദ ലയൺ കിങ് എന്ന സിനിമയുടെ ഒരു ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ഡാസ്ലിംഗ് വിഷ്വൽ ബ്യൂട്ടി നമ്മൾ അതിങ്ങനെ കണ്ട് എൻജോയ് ചെയ്യും. അത്രയും മനോഹരമായിട്ടാണ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് ആണെങ്കിലും ആ ഓരോ ലാൻഡ്സ്കേപ്പ് സീൻസ് ആണെങ്കിലും എല്ലാം ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് ബ്രെത്ത് ടേക്കിംഗ് എന്ന് തന്നെ പറയാൻ പറ്റും. സോ മുഫാസ ദ ലയൺ കിങ് ഒരു വിഷ്വൽ മാസ്റ്റർ പീസ് തന്നെയാണ്. ഫോട്ടോ റിയലിസ്റ്റിക് CG ആണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. അതും മാസ്റ്റർ പീസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ആ ഒരു ലാൻഡ്, വാട്ടർ, ആനിമൽസ്, ഈച്ച് ആൻഡ് എവറിത്തിങ് ഭയങ്കര റിയാലിറ്റി ആയിട്ട് അടുപ്പിക്കുന്ന രീതിയിലാണ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ മുഫാസ ദ ലയൺ കിങ് വിഷ്വലി അടിപൊളിയാണെങ്കിലും ഒരുപാട് പോരായ്മകളുണ്ട്. ഒന്നാമത്തെ പോരായ്മയാണ് പ്രീക്വൽ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര റഷ്ഡ് ആയിരുന്നു. നമ്മൾ വിഷ്വലി സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും പോലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. നറേഷൻ ആണെങ്കിലും ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര അബ്രപ്റ്റ് ഫീലിംഗ് ആണ് കിട്ടിയത്. പ്രീക്വലിലെ ഹാൻസിമറുടെ മ്യൂസിക് ആണെങ്കിൽ സുപ്പീരിയർ ആയിട്ട് ഫീൽ ചെയ്യും ഇതിലെ മ്യൂസിക്കൽ വർക്കിനേക്കാളും. വോയിസ് ആക്ടേഴ്സ് എല്ലാവരും അടിപൊളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ആ ഒരു CGI വർക്കും പിന്നെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടിയും ഈ നെഗറ്റീവ്സ് എല്ലാം അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെ നന്നായിട്ട് പിടിച്ചിരുത്തും. സോ മുഫാസ ദ ലയൺ കിങ് തിയേറ്ററിൽ തന്നെ മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. IMAX അനുഭവം അടിപൊളിയായിരുന്നു.